കൊങ്കണി ബ്രാഹ്മണർക്ക് ആത്മനിർവൃതിയുടെ സുദിനം, അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ജന്മസാഫല്യം. ധർമ്മഗുരുവും കാശി മഠാധിപതിയുമായ ശ്രീമദ് സംയമീന്ദ്ര തീർത്ഥ സ്വാമികളുടെ നിർദ്ദേശപ്രകാരവും ക്ഷേത്രാങ്കണത്തിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നവിധി പ്രകാരവും ശ്രീമദ് ആലുങ്കൽ ബാലദുർഗാദേവി ക്ഷേത്രത്തിൽ നടന്ന പുനഃപ്രതിഷ്ഠ. വർഷങ്ങളുടെ കഠിന പ്രയത്നം നിറഞ്ഞ പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മാസങ്ങളായി ഇവിടെ നടന്നുവരുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങൾ, പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഇവിടെ ക്ഷേത്രാങ്കണത്തിൽ സജ്ജമാക്കിയിരിക്കുന്ന ബാലാലയവും അതുപോലെ യാഗശാലയും അനേകം വൈദികരുടെ കാർമ്മികത്വത്തിൽ നടന്ന മന്ത്രഘോഷങ്ങളും വേദപാരായണങ്ങളും ഹവനങ്ങളും, ഒടുക്കം ശ്രീമദ് സംയമീന്ദ്ര തീർത്ഥ സ്വാമിജിയുടെ ദിവ്യഹസ്തങ്ങളാൽ ആലുങ്കൽ ബാലദുർഗ ദേവി ക്ഷേത്രത്തിൽ ശ്രീ ഭൂസഹിത വെങ്കടാചലപതിയുടെയും ദുർഗാദേവിയുടെയും പ്രാണപ്രതിഷ്ഠ ഗൗഡ സാരസ്വത ബ്രാഹ്മണരിൽ ഓരോരുത്തരും ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടതും ചരിത്രത്തിൻ്റെ ഭാഗമായ സംഭവങ്ങളും കോർത്തിണക്കിയ ഒരു എപ്പിസോഡാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ശ്രീമാൻ ശ്രീമതിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സ്വാമികളെ സ്വീകരിക്കുന്നതിനും പ്രാണപ്രതിഷ്ഠയ്ക്കുമുള്ള അവസാനവട്ട മിനുക്കുപണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പല്ലക്ക്, സ്വാമികളെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇരുത്തുന്നതിനുള്ള ഇരിപ്പിടം, ഇവയെല്ലാം സജ്ജമായി കഴിഞ്ഞു. എറണാകുളം TD ക്ഷേത്രത്തിൽ ക്രോധിനാമ സംവത്സര വസന്തോത്സവത്തിനായി ക്യാമ്പ് ചെയ്യുന്ന ശ്രീമദ് സംയമീന്ദ്ര തീർത്ഥ സ്വാമികൾ എറണാകുളത്ത് നിന്നും 7 മണിക്ക് പുറപ്പെട്ട് 8-8:30 ബാലദുർഗ ക്ഷേത്രത്തിൽ എത്തും എന്നാണ് അനൗൺസ്മെന്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ദൂരദിക്കുകളിൽ നിന്നുപോലും അനേകം വിശ്വാസികൾ ക്ഷേത്രത്തിൽ രാവിലെ തന്നെ എത്തിച്ചേർന്നിരുന്നു. ക്ഷേത്രത്തിലെത്തുന്ന ഏവർക്കും പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. 9:37-നും 11:48-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്വാമികൾ എത്തിച്ചേരുമെന്ന അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ ക്ഷേത്ര ഭാരവാഹികൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനും ഭക്തജനങ്ങൾ അദ്ദേഹത്തെ അടുത്തുനിന്ന് കാണുന്നതിനും മറ്റും ക്ഷേത്രത്തിന്റെ വീഥികളിലും കവാടങ്ങളിലുമൊക്കെ നിലയുറപ്പിക്കുകയായിരുന്നു. जय जय काशी मठ संस्थान. जय
स्वागतं देवदेवेश मद्वाक्यात्मनः पुत्रवत् परिपालय नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णुः प्रचोदयात्। प्रकाराचे आराधन जाम काम काय प्रतिष्ठापन केल्या मात्र नाही पुढे साळीग्राम असेल साळीग्राम आराधना आमगे पुरा घरांतूय सगळे घरांतूय पुढे साळीग्राम असेल साळीग्राम नतीन घर ना असेल कित्या आमगे तत्व महत्वांक कशी फिरत देवाक निवेद केल्या नंतर आम्ही खंयचे गेमच्या नाम देवा निवेद करून जाम का आम्ही गेमच्याक ना त्याला पाव ना ते तबल करची त्या देवळा कसं निवेदा करची के तर निवेद करचे एक केल्या ना निमगेन खंय पा बाबा म्हाका आयच्या काळात मोबाईल सांगता न्हू रे एक मोबाईल जे आमकां मोबाईल तुका वरंगा तुका न्हू लास्ट ती करता आवसूल वता अम्मा म्हाका एक मोबाईल जे आमकां बाप्पा जायना म्हूण सांगता सर काय बी नाका आम करता ती आवसी ती करता काय करना हो किवत न्ही का बाप्पाल पॉकेटान दुखून दुड्डू काडटा ताका दिता मागीर बाप्पाल सांगता दुड्डू काडिला म्हूण बाप्पा उलो जाता तुवें जाय म्हूण चरता चर जायना म्हणटा शी आमी देवान चिरडूंक वय कित्या देवाल चिरडून दुखून कशी जाता देवाली गेल्यार तो पक्कीन रिजेक्ट करता लक्ष्मी द्वार गेल्या रे ती जायत चले
देऊ तो देऊच व्यंकटपती समेत आराधन केल्या प्रतिष्ठापन केल्या तशी हे कुटुंबेच्या आणि विशेष कसलो एक दोषच जाल्या मालकड्यान तुकून करून आलेल्या आराधनेत कचे चढून जाले नासतले तशी आम्ही केलेल्या आराधनेत चढून जाले नासतले देवान क्षमापण करका म्हूण विशेष जाव न्हू आजी तो निवृत्ती जाम का म्हूण ताका संबंध पावन प्रश्न इत्यादी सर्वे दवर न्हू ते दोष परय निवृत्ती जाम विशेष आहे तेव्हा प्रतिष्ठापन केलेलं आसा देवान प्रितीन स्वीकार करका मात्र नाही खंयचे रुपाचेर असेल दोष कुटुंबेंत असं जाल्यार तर निवृत्ती जाम का मात्र नाही देवता आराधनेत मुखार होड एक जबाबदारी कुटुंबेक देवान दिलेलं आसा ते मुखार खंयचेर प्रकाराचेर चढवून जाम नासलेल्यान कुटुंबेच्या आणि तशीची कोणगी भजक आसा ती तांणी जाल्यार ती सर्वांनी मेळून देवता आराधन केलेल्यान देवान प्रितीन स्वीकार कर सगळे कुटुंब तशी महाजनांक जाल्यार बरेपण करून दीम मुखार विशेष वैभवान देवान चलासून दीम का म्हूण व्यासरूपती नरसिंहाली तशीची लक्ष्मीपती वेंकटेशाल प्रार्थना करून प्रभेद കുടുംബക്കാരുടെയും സമുദായാംഗങ്ങളുടെയും ഗ്രാമവാസികളുടെയും അകമഴിഞ്ഞ സഹകരണങ്ങളും തനമന ധനപരമായിട്ടുള്ള സംഭാവനകളും പുനരുദ്ധാരണ കമ്മിറ്റി മെമ്പർമാരുടെ കഠിന പ്രയത്നവും ആത്മസമർപ്പണവും ഒന്നുകൊണ്ട് മാത്രമാണ് പുനഃപ്രതിഷ്ഠ എന്ന സ്വപ്നം ഇന്നിവിടെ പരമപൂജനീയനായ മതഗുരു ശ്രീമദ് സംയമീന്ദ്ര തീർത്ഥ സ്വാമികളുടെ ദിവ്യഹസ്തങ്ങളാൽ ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുകയും പിന്നിൽ നിന്നും എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും ചെയ്ത ശ്രീ എച്ച് ലക്ഷ്മണക്കമ്മത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകം പരാമർശം അർഹിക്കുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും സ്വാമിജി ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ചൊരിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പേര് രാമേന്ദ്ര കമ്മത്ത്. എത്ര വയസ്സായി? 85. ഓ വെരി ഗുഡ്. അപ്പോൾ ഇത്രയും പ്രായമായ ആളെന്ന് പറയുമ്പോൾ ഈ അമ്പലവുമായിട്ട് ഈ ക്ഷേത്രവുമായിട്ട് പണ്ട് കാലത്തെ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴുള്ള ഓർമ്മകൾ. ഒന്ന് ആ ഓർമ്മകളൊക്കെ ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ വന്നാൽ ഇവിടെ ഈ അമ്പലക്കുളം മുതൽ ഈ അമ്പലം വരെയുള്ള എന്നാൽ ചെറിയൊരു കുടില് പോലെയാണ് ഈ അമ്പലം. ചെറിയ കുടില് പോലെയായിരുന്നു. കെട്ടണം ഇപ്പൊ ഉള്ള സ്ഥിതിയിലായിരുന്നില്ല. ഇല്ല. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഓടിട്ട കെട്ടിടം വന്നത്. അതെ. അത് കഴിഞ്ഞ് ഇപ്പോൾ 72 ആണെന്ന് എൻ്റെ ഓർമ്മ. ഈ വാർക്കലുവ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെയുള്ള ദേഹശുദ്ധിയുള്ള ആളിൻ്റെ ശരീരത്തിൽ ദേവി പ്രതിഷ്ഠപ്പെടുമായിരുന്നു. ആ ദർശനം വന്നു കഴിഞ്ഞാൽ ഇവിടെ ബലിക്കലിൻ്റെ അവിടെ ഇരുന്ന് വാള് വാങ്ങിച്ച് വാളെടുത്തിട്ട് മുട്ടുകാലിന്റെ മുകളിൽ വെച്ച് 3 അടി ഇങ്ങനെ ആ അടി കഴിയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചോര വലിക്കും. നെറ്റ് മുതൽ മൂക്ക് വരെ. ഇപ്പൊ നമ്മൾ പല ക്ഷേത്രങ്ങളും ഈ കൊടുങ്ങല്ലൂരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, വെളിച്ചപ്പാടൊക്കെ ഇങ്ങനെ. അതുപോലെ അത് ദേഹത്ത് ഈ ദേവി വരുന്നതാണല്ലേ? ദേവി ശക്തി വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അതെന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ചോര വരുമ്പോ എന്താ ചെയ്യാ? അന്ന് കാലങ്ങളിൽ വാളെടുത്ത് വെട്ടി ഇങ്ങനെ ചോര വന്ന സമയത്ത് ദേവിയുടെ പ്രസാദം ആയിട്ട് മഞ്ഞൾ എടുത്തിട്ട് എന്നെ പൊത്തും ഇവിടെ നെറ്റിയിൽ. മുറിവേറ്റ ഭാഗത്ത് മുഴുവൻ പൊത്തി വെച്ചും അങ്ങനെ അമ്പലക്കുളത്തിലോ അല്ലെങ്കിൽ അപ്പുറത്തെ അമ്പലക്കുളത്തിലോ നാഗക്ഷേത്രക്കുളത്തിലോ കുളിച്ച് തീർത്ഥത്തില് ഇവിടെ വന്ന് ഇരുന്ന് ഈ ചന്ദൻ മഞ്ഞൾ വാങ്ങിച്ച് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ താഴെ പോകുമല്ലോ. ഓ അത് ശരി. ഒരു പാട് പോലും ഉണ്ടാവില്ല. അതാണ് ദേവിയുടെ ശക്തി അല്ലേ? ശക്തി. ഏവർക്കും നമസ്കാരം. ഞാൻ ആലിങ്കൽ ബാലദുർഗാ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തിൽ ആണ് നിൽക്കുന്നത്. ഇവിടെ ആരാധന കുടുംബാരാധനയായിരുന്നു. അതായത് ഗാർഗി ഗോത്രത്തിൽ ഉൽപ്പന്നരായിട്ടുള്ള കമ്മത്തിക്കൂട്ടർ അവരുടെ കുടുംബ ദേവത. പിന്നെ അത് പിന്നീട് ദേവാലയം മാറിയായിരുന്നു. ആയുധപൂജയായിരുന്നു, ആയുധം വെച്ചുള്ള പൂജയായിരുന്നു. പക്ഷേ ഞങ്ങൾ വൈഷ്ണവ ഗൗഡസാരഥ ബ്രാഹ്മണർക്ക് ആയുധമല്ല,
ഇപ്പോൾ സുദർശന ഭവനമാണെങ്കിൽ പോലും സുദർശന ഭവനത്തിന് അന്തര്യാമയായിട്ട് നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നൊരു സമ്പ്രദായമാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. അങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിൽ തിരുപ്പതി ഭഗവാന്റെയും അതുപോലെ ദേവിയുടെയും പ്രതിഷ്ഠ നമ്മുടെ കാശിമഠാധിപതി സംയമേന്ദ്ര സ്വാമി ദിവ്യഹസ്തങ്ങളാൽ നടത്തപ്പെട്ടു. നമ്മുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഈ യജ്ഞത്തെ ഇവിടെ യാഗശാലയിൽ അഗ്നി നമ്മൾ അരണ്യകടഞ്ഞും അതുപോലെ സൗരാഗ്നിയിൽ നിന്നും എടുത്തത് സമ്പൂർണ്ണ ഋഗ്വേദം, ബ്രഹ്മസൂത്രം, പുരാണാദികൾ, അതുപോലെ രാമായണ സുന്ദരകാന്ഡം ഇത്യാദികൾ കൊണ്ടുള്ള പൂജ പുരസ്കാരം അതുപോലെ ഹവനാദികൾ നടന്നു. ദേവിയുടെ ചൈതന്യം, ദേവൻ്റെ ചൈതന്യം വളരെ ഉത്തമമായ രീതിയിൽ കുടികൊള്ളുന്നൊരു സ്ഥലമാണിവിടെ. ഇപ്പോൾ ഈ പ്രദേശത്തുള്ളവർക്ക് തിരുപ്പതി ദർശനം നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ദർശനം നടത്തുന്ന മാത്രയിൽ തിരുപ്പതി ഭഗവാന്റെ പരിപൂർണ്ണ അനുഗ്രഹവും അതുപോലെ ദേവിയുടെ പൂർണ്ണ സാന്നിധ്യമുള്ളൊരു പ്രദേശം. ഇവിടെ വരുന്ന ഭക്തർക്ക് ഈ രണ്ട് തിരുപ്പതി ഭഗവാന്റെയും അതുപോലെ ദുർഗാ ഭഗവതിയുടെയും ദുരിതശമനത്തിൻ്റെ ദുർഗയെ ആരാധിക്കുന്ന ഒരു പതിവ് ദ്രാവിഡ ദേശത്തിലുണ്ട്. അങ്ങനെ ദേവിയുടെയും ദേവൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മുൻപിൽ ഇവിടെ വരുന്ന ഭക്തർക്ക് അവരുടെ അഭീഷ്ടം എന്താണോ അത് സാധ്യമാകാനായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. ജഗത്കാരകയായിട്ടുള്ള ദേവൻ്റെയും ദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ കുടുംബക്ഷേത്രം ആലിങ്കൽ ശ്രീ ബാലദുർഗാ ഭഗവതി ക്ഷേത്രം ഇത് തുടക്കം ഒരു കുടുംബക്ഷേത്രമായിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടെ വിശാലമായ കാര്യങ്ങൾ കാഴ്ചപ്പാടിൽ നടന്നു വരുന്നു. പക്ഷേ ഇവിടെ ഈ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു സങ്കല്പം തന്നെ വളരെ ലോപിച്ചു പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബക്ഷേത്രം എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ ഒരു ഒരു ആരാധനാലയം എന്നുള്ള കോൺസെപ്റ്റ് അല്ല ശരിക്കുമുള്ളത്. അതിനെ എന്താ പറയുക ഒരു കുറച്ചും കൂടെ വിശാലമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാം ഈ അണുകുടുംബം അങ്ങനെയാണ് വരുന്നത്. എല്ലാവരും അച്ഛൻ, അമ്മ, കുട്ടികൾ അവരുടെ ഇതിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ കുടുംബത്തിനുള്ളത്. അങ്ങനെയല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ മാത്രമേ നമ്മുടെ ഇമ്മീഡിയറ്റായിട്ട് ഉള്ള റിലേറ്റീവ്സിനെ പോലും പരിചയപ്പെടാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴോ ഇത് എൻ്റെ ബന്ധുവാണോ എൻ്റെ റിലേറ്റീവാണോ എന്നുള്ളത് പോലും ചിലപ്പം മനസ്സിലാകാതെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, അത് എല്ലാവരും കൂടെ ഒത്തുചേരാൻ ഉള്ള ഒരു ഇടമാണ്. അതും ക്ഷേത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഒത്തുചേരുന്നത്. ധാർമ്മിക വിഷയങ്ങൾ ഞങ്ങൾ ഈ ഗൗഡസാരസ്വത ബ്രാഹ്മണർക്ക് ധാർമ്മിക വിഷയങ്ങൾ വളരെ പ്രധാനം. അത് കൈവിടാതെയാണ് ഞങ്ങൾ ഗോവയിൽ നിന്നും ധാർമ്മിക വിഷയങ്ങളെ അടിത്തറ ഒട്ടും തന്നെ അത് ലോപിക്കാത്ത വിധത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ച് വരുന്നത്. വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഗൗഡസാരസ്വത ബ്രാഹ്മണർക്കും മറ്റ് സമുദായങ്ങൾ ചിലപ്പോൾ അത്ര ആ രീതികൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഞങ്ങളുടെ ഈ ആ സിസ്റ്റം അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കുടുംബക്ഷേത്രം വേണം. അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വയ്ക്കും, എന്തെങ്കിലും ആണ്ടിൽ 3, 4, 5 തവണയുള്ള ഓരോരോ ഫങ്ഷൻസ് ഉണ്ടാകും. ആ ഫങ്ഷൻസിലാണ് ഈ എല്ലാവരും ഒത്തുചേരുന്നത്. നിർബന്ധമായിട്ടും വരണമെന്നാണ്. പിന്നെ ഓരോരുത്തരുടെ സൗകര്യം നോക്കിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ അങ്ങനെ ഒത്തുചേരുന്നത് കൊണ്ട് മാത്രമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും അത് എങ്ങനെയാണ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നുള്ളൂ. അത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ കുടുംബക്ഷേത്രങ്ങളാണ്. ഞങ്ങളുടെ ഈ കുടുംബക്ഷേത്രത്തിൽ വളരെ ചെറിയ തോതിൽ തുടങ്ങിയ ഈ ക്ഷേത്രം ഇപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് നടത്തി കുടുംബക്ഷേത്രം എന്നുള്ള കോൺസെപ്റ്റ് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ആരാധനാലയം എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ വിശാലമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് ഇതിലെ പ്രധാന ഒരു വസ്തുത എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. ധർമ്മഗുരുവും കാശി മഠാധിപതിയുമായ ശ്രീമദ് സംയമേന്ദ്ര തീർത്ഥ സ്വാമികളുടെ ചരണകമലങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ടും ദുർഗാദേവിയെയും വെങ്കടാചലപതിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ടും നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സാരസ്വതി നദീതീരത്തു നിന്നും ഉപജീവന മാർഗം തേടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്ത ഒരു ജനത. അതിലൊരു വിഭാഗം ഗോമന്തകം ദേശത്ത്, ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഗോവ എന്ന പ്രദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിന്ന് വിദേശികളുടെ ആക്രമണത്താൽ സർവവും ഉപേക്ഷിച്ച് മതഗ്രന്ഥങ്ങളും ആരാധനാ മൂർത്തികളുമായിട്ട് കേരളത്തിലെ പല തീരപ്രദേശങ്ങളിലും വന്നു ചേരുകയും അതിലൊരു വിഭാഗം മുട്ടത്ത് അഥവാ ചേർത്തലയിൽ വരികയും ഇവിടെയുള്ള ആളുകൾ, അന്നുണ്ടായിരുന്ന ആളുകൾ അവർക്ക് അഭയം കൊടുക്കുകയും അവർ ഇവിടെ ഓലമേഞ്ഞ കുടിലുകളിൽ താമസിച്ച് അവരുടെ ആരാധനാക്രമങ്ങൾ പരിപാലിച്ചു വരികയും
ചെയ്തിരുന്നു. അന്നത്തെ ആ ഓലമേഞ്ഞ കുടിലുകൾ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങൾ, ഓലമേഞ്ഞ ക്ഷേത്രങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ക്ഷേത്രമായിട്ട് പരിണമിച്ചിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ പൂർവികർ അവരുടെ മതഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ അവരുടെ സംസ്കാരവും അവരുടെ ആരാധനാ മൂർത്തികളെയും അവരുടെ ആ സംസ്കാരത്തോടുള്ള കടുത്ത അഭിനിവേശം തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പൂർവികർക്കും അവരുടെ പിൻഗാമികൾക്കും സാധിച്ചത്. ദുർഗാദേവി തന്നെ ശരണം പ്രാപിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത ഒരു ദേവിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സങ്കടങ്ങൾ വരുന്ന സമയത്ത്, സംഘർഷങ്ങൾ വരുന്ന സമയത്ത് ദേവിയോട് ചെന്ന് വീണ് കേണ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം ദേവി നിവർത്തി തരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അതുപോലെ വെങ്കടാചലപതി കലിയുഗ ദൈവമാണ്. നമ്മുടെ വീഡിയോയിൽ ഇന്ന് സംസാരിച്ച മഹത് വ്യക്തികൾ പറഞ്ഞതുപോലെ തിരുപ്പതിയിൽ പോയിട്ട് തിരുപ്പതി ഭഗവാനെ കണ്ട് വണങ്ങുന്നതിന് സൗകര്യക്കുറവുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ചേർത്തലയിൽ, അതായത് ചേർത്തല ടൗണിൽ നിന്നും ഏകദേശം 4-5 കിലോമീറ്റർ മാത്രം ദൂരെ അർത്തുങ്കൽ പള്ളിയിലേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ അർത്തുങ്കൽ ബീച്ചിലേക്ക് പോകുന്ന വഴി ആലുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ വന്ന് വെങ്കടാചലപതിയെ കണ്ടു വണങ്ങി അനുഗ്രഹം കൈപ്പറ്റാവുന്നതാണ്. അതുപോലെ ദുർഗാദേവിയുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകാൻ സാധിക്കുന്നതാണ്. അതുപോലെ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് വെറും ഒരു ആരാധനാലയം എന്നതിലുപരി അനുദിനം മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ യുവജനതയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറയ്ക്കൊക്കെ സത്സംഗങ്ങൾക്കും കൂടിച്ചേരലുകൾക്കും നമ്മളുടെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിനും സഹായകമാകും വിധം, അതുപോലെ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, നമുക്ക് പകർന്നു തന്നിട്ടുള്ള സംസ്കാരം ഈ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള വേദിയായിട്ടും അങ്ങനെയുള്ള ഒരു വലിയ സ്ഥാപനമായിട്ടുമാണ് നമ്മൾ കാണേണ്ടത്. പൂർവികരുടെ അനുഗ്രഹവും അതുപോലെ ഈശ്വരാധീനവും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ദുർഗാദേവിയുടെയും ഭൂസഹിത വെങ്കടാചലപതിയുടെയും പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ അതീവ വൈഭവത്തോടെ ഇത്രയും ഭംഗിയായി ഇവിടെ പൂർണ്ണമായത്. പ്രാർത്ഥനകളോടെ നിർത്തട്ടെ.